വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പാർട്സ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പാർട്സാണ്. അപ്പോൾ അത് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് പാർട്സുകൾ എന്തൊക്കെയാണ് നോക്കാം. പഴയ റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ ആയിട്ടുള്ള പാർട്സാണ്. മെയിനായിട്ടും ലിവേഴ്സാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നാലും എല്ലാ പാർട്സും സെയിലിനാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ പാർട്സായിട്ട് നോക്കാം. ഒരു ത്രോട്ടിലാണ്, ബുള്ളറ്റിന് വയ്ക്കാൻ പറ്റുന്ന ത്രോട്ടിലാണ്, ബൗഡൻ്റെ ത്രോട്ടിലാണ്. 7x8 ഹാൻഡിലിന് സൂട്ടബിൾ ആവുന്ന ത്രോട്ടിലാണ്. ബൗഡൻ എന്നുള്ള എഴുത്ത് നമുക്ക് കാണാം ഇവിടെ. പിന്നെ അതിലൊരു ഗ്രിപ്പും ഉണ്ട്. ഡൊഹേർട്ടിയുടെ ഗ്രിപ്പാണ് അതിൽ. ഡൊഹേർട്ടി മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള ഒറിജിനൽ ഗ്രിപ്പാണത്. അടുത്ത സൈഡിലുള്ള ലിവറും നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ഗ്രിപ്പും നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഗ്രിപ്പും ഉണ്ട്. അതിൽ നമുക്ക് ഡൊഹേർട്ടി മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് കാണാം. പക്ഷേ ഇത് നമുക്ക് ത്രോട്ടിലിൻ്റെ അതേ സൈസുള്ള ഗ്രിപ്പാണ് ഈ ഡൊഹേർട്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഗ്രിപ്പും വരുന്നത്. പിന്നെ ഒരു ഗ്രിപ്പും കൂടിയുണ്ട്. ഒക്കെ ഡൊഹേർട്ടിയുടെ ഗ്രിപ്പാണ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് നമുക്കിവിടെ കാണാം, ഡൊഹേർട്ടി. പിന്നെ രണ്ട് ബ്രിട്ടാക്സിൻ്റെ ഗ്രിപ്പാണ്. നല്ല ഗ്രിപ്പുകളാണത്. ഇത് ത്രോട്ടിൽ സൈഡും ഇത് ക്ലച്ച് സൈഡും. ഇതിൽ മാർക്കിംഗ് ആണ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് നമുക്ക് എഴുത്ത് കാണാം. ബ്രിട്ടാക്സ്. നല്ല ഗ്രിപ്പാണിതും. രണ്ടും നല്ല സോളിഡ് ആയിട്ടുള്ള ഗ്രിപ്പാണ്. ഫ്ലെക്സിബിൾ ഒന്നല്ല, നല്ല ഹാർഡായിട്ടുള്ള ഗ്രിപ്പാണ്. ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. ഇതടുത്ത ഡൊഹേർട്ടി. ഇനി അടുത്ത പാക്കറ്റ് നോക്കാം. ഇതിലും കുറേ സാധനങ്ങളുണ്ട്. ഇതിലൊരു പേര് ഗ്രിപ്പുണ്ട്. ഡൊഹേർട്ടി ഗ്രിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഗ്രിപ്പുകൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബ്രേക്ക് കേബിൾ ഉണ്ട്. G2 മോഡലിൻ്റെ ബ്രേക്ക് കേബിളാണ്. പഴയ ടൈപ്പ് കേബിളാണ്. അതിൻ്റെ അറ്റൊക്കെ സോൾഡർ ചെയ്തിട്ടുള്ള ടൈപ്പ് കേബിളാണ്. മെലിഞ്ഞ ടൈപ്പ് കേബിളാണ്. നമ്മുടെ മെറ്റൽ ലിവേഴ്സിന് കറക്റ്റായിട്ട് പറ്റുന്ന ടൈപ്പ് കേബിളാണിത്. പിന്നെ ഒരു കിക്കറാണുള്ളത്. ഇതൊരു 52 മോഡൽ കിക്കറാണ്. നല്ല കിക്കറാണത്. മില്ലിങ് എല്ലാം കറക്റ്റാണ്. കിക്കർ. പിന്നെ ലിവേഴ്സാണുള്ളത്. ആദ്യം എല്ലാം അമാലിൻ്റെ ലിവേഴ്സാണ്. ഒരു പേർ ഒഴിച്ച് ബാക്കിയെല്ലാം അമാലിൻ്റെ ലിവേഴ്സാണ്. ഇത് നല്ലൊരു പെയറാണ്. രണ്ടും ഒറിജിനൽ അമാലിൻ്റെ യോക്കാണ്. ലിവറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയറിയാം കറക്റ്റ് സ്പൂണിൻ്റെ ഷേപ്പിലുള്ളൊരു ലിവറാണ്. സ്പൂൺ ലിവർ കറക്റ്റ് 50s മോഡൽ ലിവറാണ്. നല്ല ഹെവി ലിവറാണ്.
അപ്പോൾ ഇതെല്ലാം സെയിലിനാണ്. ഇതൊരു പെയറാണ്, മാറ്റി വയ്ക്കാം. പിന്നെ ഇതൊരു അടുത്ത പെയറാണ്. ഇതൊരു പെയറാണ്. ഇത് പക്ഷേ ഇത് 60s യോക്കാണിത്. ഈ ടൈപ്പ് നമ്മുടെ 50s ടൈപ്പ് യോക്കല്ല ഇത്, പക്ഷെ സ്ട്രോങ് യോക്കാണിത്. പക്ഷെ ലിവേഴ്സ് രണ്ടും അതേപോലെ തന്നെ സ്പൂൺ ലിവറാണ്. മാലിൻ്റെ ചെറിയ ടൈപ്പ് സ്പൂൺ ലിവേഴ്സാണ്. ഓക്കെ, ഇതൊരു പെയറാണ്. പിന്നെ ഇത് ലിവറാണെന്ന് എനിക്കറിയില്ല. ഇതിന് യോക്കില്ല, വെറും ലിവർ മാത്രമാണുള്ളൂ. 2 ലിവേഴ്സ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ യോക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതെല്ലാം സെയിലിനുള്ളതാണ്. ഇത് യോക്കില്ല. ഇത് അടുത്തൊരു പെയറാണ്. ഇതൊരു പെയറാണ്. അപ്പോൾ രണ്ട് കംപ്ലീറ്റ് സെറ്റ് യോക്കോട് കൂടിയ ലിവേഴ്സാണ് നമ്മളിത് കൊടുക്കാനുള്ളത്. പിന്നെ ഒരു കിക്കർ, ഒരു കേബിളുണ്ട്. ഇതൊരു G2ൻ്റെ തന്നെ ബ്രേക്ക് കേബിളാണ്. പിന്നെ ത്രോട്ടലും ഗ്രിപ്പുകളും ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. പ്രൈസൊക്കെ നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.